ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ശ്രീ രാധാ ഗോവിന്ദ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം ഇന്നത്തെ ഭാഗവതം ക്ലാസ്സിലേക്ക്. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, ജയ യശോദാനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, യമുന തീര വനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ ഗോപിജന വല്ലഭ ജയ ഗിരിവരധാരി, യശോദാനന്ദന വ്രജ ജനരഞ്ജന, യശോദാനന്ദന വ്രജ ജനരഞ്ജന, യമുന തീര വനചാരി, ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി, ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ് ജയ രാധാ മാധവ്, ജയ രാധേ ജയ രാധേ ജയ രാധേ ജയ ശ്രീ രാധേ, ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ പ്രഭുപാദ് ജയ ശീല പ്രഭുപാദ്, ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ഗുരുദേവ് ജയ ശ്രീ ഗുരുദേവ്, നിതായ് ഗൗര ഹരി ബോൾ ഹരി ബോൾ, നിതായ് ഗൗര ഹരി ബോൾ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശ്രീ ബലരാം कृष्ण भगवान की जय, श्री पंचतत्व की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय, गीता गौर പ്രമാനന്ദേ ഹരി ഹരി ബോൾ. ഹരേ കൃഷ്ണ. ഇന്ന് ബലരാം പൂർണിമ. എല്ലാവർക്കും ബലരാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ആശംസിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. ഓം അജ്ഞാനതിമിരാന്തസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. ശ്രീ ചൈതന്യ മനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരു ശ്രീയുഗാപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജന സഹിതം കൃഷ്ണ ചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാൻ ശ്രീ വിശാഖാന്വിതാൻ ച. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പദേ ഗോപേശ ഗോപികാകാന്ത രാധാകാന്ത നമോസ്തുതേ. തപ്ത കാഞ്ചന ഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയ പതാക സ്വാമിനിധി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ നമ. ആചാര്യപാദായ നിതായ കൃപപ്രദായനേ ഗൗരഗദാ നാമദായ നഗരഗ്രാമധാരിണേ നമ. ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി വേദാന്ത സ്വാമിനിധി നാമിനേ നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യ ദേശധാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശിവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. എല്ലാ ശിക്ഷാ ഗുരുക്കന്മാരുടെയും
ദീക്ഷാഗുരുവിന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് ആരംഭിക്കാം. ഇന്നത്തെ ശ്ലോകം 26, അധ്യായം സ്കന്ധം 1, അധ്യായം 3, ശ്ലോകം 26. അവതാരഹ്യ സംഖ്യേയാ ഹരേ സത്വനിധിർദ്വിജ യഥാ വിദാസിനാ കുല്യാ സരസസ്യു സഹസ്രശഃ. അവതാരഹ്യ സംഖ്യേയാ ഹരേ സത്വനിധിർദ്വിജ യഥാ വിദാസിനാ കുല്യാ സരസസ്യു സഹസ്രശഃ. വിവർത്തനം ഭാവാർത്ഥം. ശീലപ്രഭുപാദി ജയ്. അതിന്റെ ഇത് വായിക്കാം. അർത്ഥങ്ങള്: അവതാരഹ, അവതാരങ്ങൾ, ഹി, നിശ്ചയമായും, അസംഖ്യേയാഹ, അസംഖ്യം, ഹരേഹേ, ഹരിയുടെ, സത്വനിധനെ, സാഗരദേവതയ്ക്ക്, ദ്വിജഹ, ബ്രാഹ്മണർ, യഥാരൂപം, അഭിദാസിനഹ, അക്ഷയങ്ങളായ, കുല്യ, ചിറ്റാറുകൾ, സരസഹ, സരസുകളിൽ, വലിയ തടാകങ്ങളിൽ, സ്യൂഹു, ആകുന്നു, സഹസ്രശഃ, ആയിരക്കണക്കിന്. വിവർത്തനം: അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠരെ, അക്ഷയമായ ജലസ്രോതസ്സിൽ നിന്നും ഉത്ഭവിക്കുന്ന ചിറ്റാറിനെ പോലെ ഭഗവാന്റെ അവതാരങ്ങൾ അസംഖ്യമാണ്. ഭാവാർത്ഥം: ഇവിടെ നൽകിയിരിക്കുന്ന പരമദിവ്യോത്തമ പുരുഷന്റെ അവതാര പട്ടിക അപൂർണമാണ്. സർവ അവതാരങ്ങളുടെയും ഭാഗിക വീക്ഷണം മാത്രമാണിത്. ശ്രീ ഹയഗ്രീവൻ, ഹരി, ഹംസൻ, കൃഷ്ണിഗർഭൻ, വിഭു, സത്യസേനൻ, വൈകുണ്ഠൻ, സാർവഭൗമൻ, വിശ്വക്സേനൻ, ധർമ്മസേതു, സുധാമായോഗേശ്വരൻ, ബൃഹത് ഭാനു എന്നിവരും തുടങ്ങിയവരും പൂർവകാലത്തെ മറ്റുള്ളവരും അങ്ങനെ അസംഖ്യം പേരുണ്ട്. ശ്രീ പ്രഹ്ലാദ മഹാരാജാവ് ഇപ്രകാരം പ്രാർത്ഥിക്കുകയുണ്ടായി: എന്റെ പ്രിയ പ്രഭുവെ, എത്രത്തോളം വർഗങ്ങളുണ്ടോ, അതായത് ജലജീവികൾ, പച്ചക്കറികൾ, ഉരകങ്ങൾ, പക്ഷികൾ, ജന്തുക്കൾ, മനുഷ്യർ, ദേവന്മാർ തുടങ്ങി സർവ്വജീവവർഗികളിലും വിശ്വാസികളുടെ സംരക്ഷണാർത്ഥവും അവിശ്വാസികളുടെ ഉന്മൂലനാർത്ഥവും അങ്ങ് അവതരിച്ചു. വിവിധ യുഗങ്ങൾക്ക് കരണീയമാം വിധം അങ്ങ് സ്വയം അവതരിച്ചു. കലിയുഗത്തിൽ അങ്ങ് ഭക്തനായി അവതരിച്ചു. കലിയുഗത്തിലെ ഈ ഭഗവത് അവതാരം ശ്രീ ചൈതന്യ മഹാപ്രഭു ആകുന്നു. ഭാഗവതത്തിലും മറ്റ് ധർമ്മശാസ്ത്രങ്ങളും നിരവധി ഇടങ്ങളിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഭഗവത് അവതാരമായി സുവ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. ശ്രീരാമൻ, നരസിംഹം, വരാഹം, മത്സ്യം, കൂർമ്മം തുടങ്ങി മറ്റനേകം അവതാരങ്ങളുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ഭഗവാൻ സ്വയം വ്യക്തിരൂപത്തിൽ അവതരിക്കുമെന്ന് ബ്രഹ്മസംഹിതയിൽ പരോക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നു. ആകയാൽ ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീ ചൈതന്യ മഹാപ്രഭുവും ഭഗവത് അവതാരങ്ങളല്ല, നേരെ മറിച്ച് സർവ അവതാരങ്ങളുടെയും യഥാർത്ഥ സ്രോതസ്സാണവർ. ഇക്കാര്യത്തെ അടുത്ത ശ്ലോകങ്ങളിൽ സുവ്യക്തമായി വിശദമാക്കുന്നു. ആകയാൽ ഇത്തരം പ്രതിപാദിക്കപ്പെടാത്ത അസംഖ്യം അവതാരങ്ങളുടെ അക്ഷയ ഉറവിടമാണ് ഭഗവാൻ. എന്നാൽ അത്തരം അവതാരങ്ങളെ ജീവാത്മാക്കളാൽ നിർവഹിക്കാൻ സാധ്യമല്ലാത്ത സവിശേഷമായ അതിമാനുഷികമായ കൃത്യങ്ങളാൽ വേർതിരിച്ചറിയുന്നു. ആധികാരികമായ ഭഗവത് അവതാരങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായും തിരിച്ചറിയാനുള്ള സാമാന്യ പരീക്ഷണമാണിത്. മുകളിൽ വിശദമാക്കിയ ചില അവതാരങ്ങളിൽ ഏറിയ കൂറും പൂർണ്ണാധികാരമുള്ള പൂർണ്ണാംശങ്ങളാണ്. ദൃഷ്ടാന്തമായി കുമാരന്മാർക്ക് അതീന്ദ്രിയ ജ്ഞാനം അധികാരപ്പെടുത്തി നൽകിയിരിക്കുന്നു. ശ്രീനാരദന് ഭക്തിയുത സേവനവും മഹാരാജ പൃഥ്വിന് ഭരണനിർവാഹവും അധികാരപ്പെടുത്തി പ്രദാനം ചെയ്തിരിക്കുന്നു. മത്സ്യാവതാരം പ്രത്യക്ഷമായ പൂർണ്ണാധികാരമുള്ള പൂർണ്ണാംശമാകുന്നു. ആകയാൽ ഭഗവാന്റെ അസംഖ്യം അവതാരങ്ങൾ പ്രപഞ്ചം മുഴുവനും യാതൊരു വിച്ഛേദവും കൂടാതെ അരുവിയിൽ നിന്ന് ജലം കണക്കെ സദാ നിർഗമിക്കുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദിരേ നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയ ഭഗവദ്യുത്തമ ശ്ലോകേ ഭക്തിർഭവതി നൈഷ്ടകിം മൂകം കരോതി വാചാലം പങ്കും ലങ്കേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീ ഗുരുൻ ദീനതാരിണം പരമാനന്ദ മാധവം ശ്രീ ചൈതന്യമീശ്വരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ശിലപ്രഭുപാദിക്ക് ജയ്, ഗുരുദേവിക്ക് ജയ്, നിതായ് ഗൗര പ്രമാനന്ദേ. ഹരി ഹരി ബോൽ. ഹരേ കൃഷ്ണ. അപ്പൊ ഇവിടെ ഇന്നത്തെ ശ്ലോകത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അവതാരഹി അസംഖ്യേയ ഹരേ സത്വനിധിർദ്വിജ യഥാവിദ്വാസിന കുല്യ സരസസ്യു സഹസ്രശ. അതായത് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്തത്ര അവതാരങ്ങള് ഉണ്ട്. അതിനെ ഒരു ഇത് പറയണത് എന്താന്ന് വെച്ചാല്
ഭഗവാന്റെ ജലസ്രോതസ്സിൽ നിന്നും ഉത്ഭവിക്കുന്ന ചിറ്റാറിനെ പോലെ ഭഗവാന്റെ അവതാരങ്ങൾ അസംഖ്യമാണ്. അപ്പോ ഒരു ചെറിയ ചെറിയ അരുവികൾ ഇതെല്ലാം പോയിട്ട് കടലിൽ ചേരും. നമുക്കറിയാം ഈ ഓരോ അരുവികളും ഓരോ അവതാരങ്ങളെ പോലെയാണ് പറയുന്നത്. അതായത് എത്ര ഉണ്ടെന്ന് നമുക്ക് തന്നെ തിട്ടപ്പെടുത്താൻ പറ്റില്ല ഈ ലോകത്തിൽ എത്ര ഉണ്ടെന്ന്, അല്ലെ? അങ്ങനെ ഉള്ള ആ ഭഗവാന്റെ അവതാരത്തിന്റെ ലക്ഷ്യങ്ങളും അവതാരങ്ങളുമാണ് ഇന്ന് നമുക്ക് ഇവിടെ പറഞ്ഞു. അപ്പൊ നമ്മളിപ്പോ 25ാമത്തെ ശ്ലോകം വരെ ഭഗവാന്റെ മത്സ്യ, കൂർമ്മ, വരാഹം, നരസിംഹം, വാമനൻ, അതേപോലെ പിന്നെന്താണ് രാമാവതാരം, അങ്ങനെ ഓരോ ബുദ്ധനായിട്ടും ഒക്കെ ഭഗവാന്റെ പല 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 തരത്തിലുള്ള അവതാരങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ വരെ മനസ്സിലാക്കിയിട്ട് ഇവിടെ പറയുന്നു ഭഗവാന്റെ അവതാരങ്ങൾ ഇങ്ങനെയൊന്നും പറഞ്ഞാൽ തീരില്ല, അതിങ്ങനെ അസംഖ്യമാണ്. അപ്പൊ അതിനൊരു വിശേഷണം പറയണത് എന്താന്ന് വെച്ചാല് എന്താ പറയാ, ഈ കടലുണ്ടല്ലോ, കടലൊരു നിധിയാണ്, അല്ലെ? അതിന് എന്തോരം സാധനങ്ങൾ ഉണ്ടെന്നോ എന്താണെന്നൊന്നും നമുക്കറിയില്ല. അങ്ങനെ ഒരു നിധിയായിട്ടാണ് ഇവിടെ പറയുന്നത്. സത്വനിധേ, അതായത് സത്വനിധി എന്ന് പറഞ്ഞാൽ സാഗര ദേവത, അതായത് സാഗരത്തിനുള്ള ആ ഇത് ആഴം പോലെ, അല്ലെങ്കിൽ അത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റാത്തത് പോലെയാണ് ഭഗവാന്റെ അവതാരം. അവതാരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നുണ്ട്, യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാജ്ഞാഹം സൃജാമ്യഹം സൃജാമി അഹം. ഞാൻ ഇറങ്ങി വരികയാണ്, അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇവിടെ? എങ്ങനെയാണോ അധർമ്മം പെരുകണത്, അല്ലെങ്കിൽ ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുമ്പോൾ ഭഗവാൻ സ്വയം അവതരിക്കും. അപ്പൊ അത് എങ്ങനെയെല്ലാം അവതരിക്കും എന്ന്, എന്തുകൊണ്ട് അവതരിക്കും, അതായത് ഇവിടെ പറയുന്നു സത്വനിധേ, അല്ലെ? സത്വനിധേർ ദ്വിജ. അപ്പൊ ബ്രാഹ്മണർ സത്വനിധേർ ദ്വിജ എന്ന് പറയുമ്പോൾ ഇവിടെ വേറൊരു അർത്ഥം കൂടെ സത്വത്തിൽ എടുക്കാൻ നമുക്ക് ഗുണങ്ങള്. നമുക്കറിയാം 3 ഗുണങ്ങളുണ്ട്, രജസ്, തമസ്. സത്വം, രജസ്, തമസ്. അതായത് നല്ലത്, പിന്നെ നമ്മൾക്ക് അല്ലാത്ത ആഗ്രഹങ്ങളായിട്ട് രജസ്, പിന്നെ തമസ് മടി, അലസത, അങ്ങനെയുള്ള ഒരിത്. ഇവിടെ സത്വഗുണം എന്ന് പറയുമ്പോഴും അതും ഒരു ഗുണമായിട്ടാണ്. അപ്പൊ ആ ഗുണവും നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിക്കും. അപ്പൊ അങ്ങനെയുള്ള ആ ദ്വിജങ്ങളൊന്നുമില്ലാണ്ട്, ആ ഒരു ഗുണങ്ങളും ഏശാത്ത സാക്ഷാൽ ഭഗവാൻ, ശുദ്ധം വിശുദ്ധം, അല്ലെ? അത്രയും ആ വിശുദ്ധ വാസുദേവ തത്വം, അത്രയും വിശുദ്ധമായ ആ ഭഗവാന്റെ ഗുണങ്ങള്, അവതാരങ്ങള് നമുക്ക് മുഴുവനും പറഞ്ഞു തീർക്കാൻ സാധിക്കില്ല. ഭഗവാൻ എപ്പോഴും പരിശുദ്ധനാണ്. ഭഗവാനെ യാതൊന്നും തന്നെ ബാധിക്കുന്നില്ല. അതിന് ഇതില് എന്താ പറയാ, നമ്മുടെ ബ്രഹ്മസംഹിതയിലെ ഒരു ശ്ലോകമുണ്ട്, യശ്ചൈക നിശ്വസിത കാല മധാവലംബ്യം ജീവന്തി ലോമ വിലജ ജഗദണ്ഡനാഥ വിഷ്ണോർമഹാൻ സ ഇഹ യസ്യ കലാവിശേഷ ഗോവിന്ദം ആദിപുരുഷം തമഹം ഭജാമി. അപ്പോ ഗോവിന്ദൻ ആദിപുരുഷൻ, നമുക്കറിയാം ഗോവിന്ദനാണ് ആദിപുരുഷൻ, ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിരാദിർ ഗോവിന്ദ സർവകാരണ കാരണം. അപ്പൊ അത് മനസ്സിലാക്കിയാലേ നമുക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എല്ലാ കാരണങ്ങൾക്കും കാരണം സാക്ഷാൽ ഭഗവാനാണ്, കൃഷ്ണനാണ്. ആ പരമ ഭഗവാനായ ഈശ്വര പരമ കൃഷ്ണ പരമമായ ഭഗവാനാണ് എല്ലാത്തിന്റെയും കാരണം. അങ്ങനെയുള്ള ആ ഭഗവാന്റെ ഓരോ ശ്വാസനിശ്വാസങ്ങളിൽ നിന്ന് അനേകം ബ്രഹ്മാണ്ടങ്ങൾ വരുന്നുണ്ട്. ഈ അനേകം ബ്രഹ്മാണ്ടങ്ങൾ വരുമ്പോ അനേകം ലീലകളും വരണം. ഒരു ഭൂമിയിൽ തന്നെ നമ്മൾക്ക് അറിയാവുന്നതിന്റെ പരമാവധിയിൽ തന്നെ നമ്മള് പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എത്രയോ അവതാരങ്ങൾ ഭഗവാൻ ഇതുവരെ എടുത്തു തീർന്നു എന്നുള്ളത്. കുറെയൊക്കെ നമ്മൾ ഭാഗവതത്തിൽ കൂടെയും അതേപോലെ നമ്മുടെ ശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൂടെ കുറച്ചൊക്കെ നമ്മുടെ മനസ്സിൽ എപ്പോഴും തങ്ങി നിൽക്കുന്ന ഒരു 10 അവതാരം അല്ലെങ്കിൽ ഒരു 20 അവതാരം ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചത്. പക്ഷെ അനേകം അവതാരങ്ങൾ ഭഗവാൻ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഓരോ ശ്വാസനിശ്വാസങ്ങളിൽ കൂടെ എത്ര വരുന്നുണ്ട് ബ്രഹ്മാണ്ടങ്ങൾ എന്ന് പോലും നമുക്ക് എണ്ണാൻ പറ്റുന്നില്ലെങ്കിൽ ആ ഓരോ ബ്രഹ്മാണ്ടത്തിലും ഭഗവാൻ എത്രത്തോളം ലീലകള് ഒന്നും ഊഹാപോഹങ്ങളിൽ കൂടി അല്ലല്ലോ, ഇതെല്ലാം നമ്മുടെ ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. അതിനെ നമുക്കൊന്ന് അങ്ങനെ പോലും ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അനേകം അവതാരങ്ങൾ ഭഗവാൻ എടുത്തു കഴിഞ്ഞു, അല്ലെങ്കിൽ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇപ്പൊ ഒരു കൃഷ്ണലീല ദ്വാപരയുഗത്തിലാണെങ്കിൽ വേറെ ഒരു ബ്രഹ്മാണ്ടത്തിൽ ആ സമയത്ത് അതായിരിക്കാം. അപ്പൊ ഭഗവാൻ അനേകം ഈ പ്രപഞ്ചത്തില് അപ്പം അനേകം ബ്രഹ്മാണ്ടങ്ങൾ അങ്ങനെ ഭഗവാനിൽ നിന്ന് വരികയാണ്. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം?
അത്രയധികം ഭക്തന്മാര് വേണം, അത്രയധികം ആൾക്കാർ ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ വേണം. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ആവേശ അവതാരങ്ങൾ അല്ലെങ്കിൽ അവതാരങ്ങൾ നമുക്ക് വേണം. അപ്പൊ അങ്ങനെയുള്ള ആ ഭഗവാന്റെ അവതാരങ്ങൾ ഒരിക്കലും, അതിനെ പറയണത് എങ്ങനെയാന്ന് വെച്ചാല്, നമുക്ക് മണലുണ്ടല്ലേ, മണല് നമുക്ക് കയ്യിലെടുത്താൽ ഒരുപക്ഷെ വേണമെങ്കിൽ തിട്ടപ്പെടുത്താൻ പറ്റും അത്രേ. പക്ഷേ ഭഗവാന്റെ അവതാരങ്ങൾ നമുക്ക് തിട്ടപ്പെടുത്താൻ പറ്റില്ല. മണല് നമുക്ക് എങ്ങനെയാലും എണ്ണി തീർക്കാൻ പറ്റില്ല നമുക്കറിയാം. അതിനൊരു ശ്ലോകം പറയുന്നുണ്ട്, 11ാമത്തെ സ്കന്ധത്തിൽ പറയുന്നുണ്ട്, യോവാനന്ദസ്യ ഗുണാനന്ദ അനുക്രമിഷ്യൻ സതു ബാലബുദ്ധി രജാംസി ഭൂമേർ ഗണയേ കഥഞ്ചിത് കാലേന നൈവാഖില ശക്തിദാംന. ആദ്യന്തരഹിതനായ ഭഗവാന്റെ അനന്തങ്ങളായ ഗുണങ്ങളെ യാതൊരുവൻ എണ്ണി തീർക്കാൻ ആഗ്രഹിക്കുന്നുവോ അവൻ അല്പബുദ്ധി തന്നെ. അപ്പോ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്പമേധസ്സ എന്ന് ഭഗവത്ഗീതയിൽ പറയും. ഭഗവാനെ പറ്റി മനസ്സിലാക്കാത്തവര് ബുദ്ധി ഇല്ലാത്തവരാണെന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറയുന്നു, അല്പബുദ്ധികളാണെന്ന് ഭഗവാന്റെ അവതാരങ്ങളെയൊക്കെ എണ്ണി തീർക്കാൻ പറ്റുന്നത്. നമുക്ക് മൺതരി വേണമെങ്കിൽ എണ്ണി തീർക്കാം, പക്ഷേ ഭഗവാന്റെ അവതാരങ്ങളെ നമുക്ക് എണ്ണി തീർക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ആ ഭഗവാൻ, സമസ്ത ശക്തികളുടെയും ഇരിപ്പിടമായ ഭഗവാന്റെ ഗുണങ്ങളെ, അവതാരങ്ങളെ ഒരിക്കലും എണ്ണി തിട്ടപ്പെടുത്താൻ സാധ്യമല്ല. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, ഭഗവാനായിട്ട് നമ്മളുടെ എല്ലാവരുടെയും സ്രോതസ്, എല്ലാത്തിന്റെയും സ്രോതസ് ഭഗവാനാണ്. ഭഗവാനിൽ നിന്നല്ലാണ്ട് ഈ ലോകത്ത് ഒന്നുമില്ല. ഇവിടെ പ്രഭുപാദ നമ്മളോട് ഇതിൽ പറയുന്നുണ്ട്, ഭാവാർത്ഥത്തിൽ പറയുന്നു, പരമദിവ്യോത്തമ പുരുഷന്റെ അവതാര പട്ടിക അപൂർണമാണ്. സർവ അവതാരങ്ങളുടെയും ഭാഗിക വീക്ഷണം മാത്രമാണിത്. അതിന് പിന്നെ നമ്മൾക്ക് കുറെ അവതാരങ്ങളെ പറ്റി പറയണ്ട. ഹയഗ്രീവ അവതാരം, ഹരി, ഹംസാവതാരം, കൃഷ്ണിഗർഭൻ, വിഭു, സത്യസേനൻ, വൈകുണ്ഠൻ, സാർവഭൗമൻ, വിശ്വസേന, ജനാർദ്ദന എന്ന് പറഞ്ഞിട്ട് നമ്മള് വിഷ്ണു സഹസ്രനാമത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. ധർമ്മസേതു, സുധാമ യോഗേശ്വരൻ, ബൃഹത് ഭാനു, അങ്ങനെ കുറെ അവതാരങ്ങളെ പറ്റി നമ്മൾ പറയുന്നു പ്രഭുപാദ. അത് കഴിഞ്ഞിട്ട് പ്രഭുപാദ പറയുന്നു, ശ്രീ പ്രഹ്ലാദ മഹാരാജാവ് ഇപ്രയും പ്രാർത്ഥിക്കുകയുണ്ടായി, എന്റെ പ്രിയ പ്രഭുവേ, എത്രത്തോളം ജീവി വർഗങ്ങളുണ്ടോ, അതായത് ജലജീവികൾ, പച്ചക്കറികൾ, നമുക്കറിയാം 11 ലക്ഷം എന്താ പറയാ ജലജീവികള്, 20 ലക്ഷം സസ്യജാലങ്ങൾ, അങ്ങനെ 4 ലക്ഷം മനുഷ്യജീവികള്, അങ്ങനെ 84 ലക്ഷം ജീവജാലങ്ങൾ ഉണ്ടെന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ആ 84 ലക്ഷം ജീവജാലങ്ങളിൽ കൂടെ കടന്നിട്ടാണ് നമ്മൾ ഈ ഒരു മനുഷ്യ ശരീരം കിട്ടിയിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ദേവന്മാർ തുടങ്ങി സർവ ജീവികളിലും വിശ്വാസികളുടെ സംരക്ഷണാർത്ഥവും അവിശ്വാസികളുടെ ഉന്മൂലനാർത്ഥവും. അപ്പൊ ഭഗവാൻ എന്താ പറഞ്ഞിട്ടുണ്ടല്ലേ, ഞാൻ എന്റെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടാണ് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാജ്ഞാനം സൃജാമി അഹം. പിന്നെ ഭഗവാൻ അതേപോലെ തന്നെ പറയുന്നുണ്ട്, എവിടെയാണോ എന്റെ ഭക്തന്മാർക്ക് ഗ്ലാനി, അല്ലെങ്കിൽ ഭക്തന്മാരെ ബുദ്ധിമുട്ടിപ്പിക്കുന്നത്, ഭഗവാൻ അതിനു വേണ്ടിയിട്ടാണ് അവതരിക്കുന്നത് തന്നെ. കാരണം ഭക്തന്മാരിൽ കഴിഞ്ഞ് ഭഗവാന് വേറെ ഒന്നുമില്ല. ഏറ്റവും ഭഗവാന് പ്രിയപ്പെട്ടവര് ഭക്തന്മാരാണ്. കാരണം അഹം ഭക്ത പരാധീന എന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള ആ ഭഗവാൻ ഈ ധർമ്മത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വരുന്നു. പ്രഹ്ലാദ് മഹാരാജ് പറയുന്നു അല്ലെ, സർവ്വജീവികളുടെയും വിശ്വാസികളുടെയും സംരക്ഷണാർത്ഥവും അവിശ്വാസികളുടെ ഉന്മൂലനാർത്ഥവും. അവിശ്വാസികൾ ആരാണ്? അവിശ്വാസികള് ഭഗവാനെ പൂർണ്ണമായി അംഗീകരിക്കാത്തവര്. അവിശ്വാസികള് അവര് ഭഗവാനെ നിരാകരിക്കുന്നു. ഭഗവാൻ എന്ന് പറഞ്ഞൊരു ശക്തി ഇല്ല എന്നാണ് അവര് പറയുന്നത്. കാരണം എല്ലാം സംഭവിക്കുന്നു, ഭഗവാന് പോലും മാറ്റാൻ പറ്റുന്നില്ലല്ലോ ഭഗവാന്റെ കർമ്മങ്ങള്. അങ്ങനെയാണ് അവർക്ക് അവരുടെ മനസ്സിൽ കൂടെ കാണുന്നത്. അവരെ തെറ്റു പറയാൻ പറ്റില്ല, കാരണം അവരുടെ ബുദ്ധിയിൽ അത്രേ ഉള്ളൂ. അവരെല്ലാവരും അല്പമേധസ്സുകളാണ്. അത് ശ്രീകൃഷ്ണ നമ്മുടെ ഭഗവാന്റെ ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിൽ പറയുന്നുണ്ടല്ലോ, സുമേധസ, നല്ല ബുദ്ധിയുള്ളവർക്ക് മാത്രമേ ഭഗവാന്റെ അവതാരങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ഭഗവാനെ പറ്റി മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇവര് രൂപമില്ല ഭഗവാൻ ഒരു വെളിച്ചമാണ്. അതെല്ലാം നമ്മൾ എപ്പോഴും കേൾക്കുന്നത് തന്നെയാണ്. അങ്ങനെയുള്ള ആ ആൾക്കാര്, നിരാകാരവാദികള്, നിരീശ്വരവാദികള്, അവരൊക്കെയാണ് അവിശ്വാസികളായിട്ട് ഇവിടെ പറയുന്നത്. അങ്ങനെയുള്ളവരുടെ ഉന്മൂലനാർത്ഥം ആണ് ഭഗവാൻ അവതരിക്കുന്നത്. കലിയുഗത്തിൽ ഭഗവാൻ ഭക്തനായി അവതരിച്ചു. ആരാണ് നമ്മുടെ കലിയുഗത്തിലെ ഭക്തനായിട്ട് ഭഗവാൻ അവതരിച്ചത്? ചൈതന്യ മഹാപ്രഭു.
ചൈതന്യ മഹാപ്രഭു കലിയുഗത്തിലെ ബുദ്ധാവതാരം എന്നാ പറയാ. കാരണം നമുക്ക് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിനെ പറ്റി അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള അറിവും പുറമേന്ന് കിട്ടിയില്ല. പക്ഷെ പല ശാസ്ത്രങ്ങളിലും ചൈതന്യ മഹാപ്രഭു, അതായത് ബ്രഹ്മപുരാണം, പത്മപുരാണം, ഗരുഡപുരാണം, കൂർമ്മപുരാണം, ദേവീപുരാണം, ശിവപുരാണം, അങ്ങനെ കുറേ പുരാണങ്ങളില് ചൈതന്യ മഹാപ്രഭുവിന്റെ അവതാരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ ആ അവതാരത്തിനെ കുറിച്ച് നമ്മൾക്ക് ഗുപ്തമായിട്ടാണ് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. കാരണം അത്രയും ഭക്തന്മാർക്ക് മാത്രമേ ഭഗവാന്റെ അവതാരത്തിനെ കുറിച്ച് മനസ്സിലാവുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആ ഭക്തനെ മാത്രം മനസ്സിലാക്കാൻ പറ്റിയ അവതാരം എന്തിനാ അങ്ങനെയാണ്? കാരണം ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അത്രയും ദാനമാണ് അല്ലെ, ഭഗവാന്റെ ആ ഒരു ദയാണ് ഭക്തനായിട്ട് അവതരിച്ച് നമുക്ക് കാണിച്ചു തരികയാണ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഭഗവാനെ മനസ്സിലാക്കേണ്ടതെന്ന്. കൃഷ്ണവർണം തിഷാകർഷണം സാങ്കോപാങ്കാസ്ത്ര പാർഷദം യജ്ഞ സങ്കീർത്തന പ്രായേ യജന്തീഹി സുമേധസ അല്ലെ. അപ്പൊ അതാണ് കലിയുഗത്തിലെ ഗൗരവർണം, എപ്പോഴും മഞ്ഞ കളറായിട്ട് സ്വർണ്ണവർണ്ണത്തിലാണ് ഭഗവാന്റെ അവതരം. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള ആ നാമസങ്കീർത്തനം ചെയ്തുകൊണ്ട് ഭഗവാൻ ആരായിട്ടാണ്? ഭക്തനായിട്ട് അവതരിക്കുന്നു. അപ്പൊ ചൈതന്യ മഹാപ്രഭു സ്വയം ഒരു ഭക്തനായിട്ട് നമ്മളിലേക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം രണ്ടു തരം കാരണങ്ങൾ കൊണ്ടാണ് ചൈതന്യ മഹാപ്രഭു അവതരിച്ചതെന്ന് പറയും. ബാഹ്യ കാരണങ്ങളും ആന്തരികം. ബാഹ്യ കാരണങ്ങളിൽ ഒന്നാണ് ഭഗവാൻ എങ്ങനെയാണ് നമ്മൾ ഭക്തനായിട്ടിരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഭക്തന്റെ രൂപം, അല്ലെങ്കിൽ ആ ഒരു ഭക്തൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾക്ക് ബാഹ്യ അവതാരത്തിൽ കൂടെ മനസ്സിലാക്കി തരുന്നത്. പിന്നെ അദ്ദേഹം ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ ഇത് കൃഷ്ണന്റെ കളറ് കറുപ്പാണ്, എന്നാല് ഇവിടെ എന്താണ്? സ്വർണ്ണവർണ്ണം തുഷാകൃഷ്ണം. അപ്പോ ആ ഭഗവാൻ ഈശ്വരഭക്തിയാണ് നമുക്ക് തരുന്നത്. അതെങ്ങനെയുള്ള ഈശ്വരഭക്തിയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്? ബുദ്ധിശാലികളായ ജീവസത്തകൾക്ക് മാത്രമാണ് ഇങ്ങനെയുള്ള ആത്മസാക്ഷാത്കാരത്തിലൂടെ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോ നമുക്ക് അതിൽ പറയുന്നുണ്ട്, അതായത് സത്യയുഗത്തിൽ ധ്യാനത്താലും ത്രേതായുഗത്തില് യാഗകർമ്മങ്ങളാലും ദ്വാപരയുഗത്തില് കൃഷ്ണാരാധനയിലും നേടിയിട്ടുള്ള ആത്മസാക്ഷാത്കാരം കലിയുഗത്തിൽ എങ്ങനെയാണ്? കലിയുഗത്തിൽ ഭഗവാന്റെ പല അവതാരങ്ങളില് ഭഗവാൻ കലിയുഗത്തില് നാമാവതാരമായിട്ടും അവതരിക്കുകയാണ് അല്ലെ. ആ നാമാവതാരമാണ് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അപ്പൊ ആ നാമാവതാരം ഭഗവാൻ അവതരിച്ചത് എന്തിനാണ്? നമ്മളെ പോലെയുള്ള അല്പബുദ്ധികൾക്ക് പ്രയാസങ്ങളൊന്നും കൂടാണ്ട് എങ്ങനെയാണ് ഭഗവാനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കേണ്ടത്. ഈ കലിയുഗ ധർമ്മമാണ് നാമജപം. അപ്പോ പറയുന്നുണ്ട്, എന്താ പറയാ, ക്രിയേ യധ്യായതോ വിഷ്ണു ത്രേതായാം യജതോ മഖേ ദ്വാപരേ പരിചര്യായാം കലൗ തദ്ധരി കീർത്തനാത്. അപ്പോ കലിയുഗത്തില് ഹരികീർത്തനം, ഭഗവാന്റെ നാമജപമാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മള് ഓരോ യുഗത്തിന്റെ അനുസരിച്ചിട്ടുള്ള ഇപ്പൊ ധ്യാനം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെന്താണ് യാഗങ്ങൾ കൊണ്ടോ അതുകൊണ്ടോ ഒന്നും അല്ല നമുക്ക് ഭഗവാനെ ഓരോ യുഗത്തിലും ചെയ്ത ആ ധർമ്മങ്ങളല്ല. കാരണം അന്നുള്ളവർക്ക് അതിനനുസരിച്ചുള്ള ആയുസ് ഉണ്ടായിരുന്നു. അപ്പൊ കലിയുഗത്തിലുള്ളവർക്ക് അല്പായുസുകളാണ്. അപ്പൊ അതിനുള്ള രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് നാമജപം. നമുക്കിപ്പോ യാഗങ്ങൾ ചെയ്തിട്ടോ അല്ലെങ്കിൽ തപസ് അനുഷ്ഠിച്ചിട്ടോ ധ്യാനത്തിൽ ഇരുന്നൊന്നും ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്താനുള്ള സമയമില്ല. നമുക്ക് വളരെ കുറച്ച് സമയത്തിന് ആകെ നമുക്ക് ചെയ്യാൻ പറ്റിയത് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇവിടെ ചൈതന്യ മഹാപ്രഭുവിനെ പറ്റി നമ്മളെപ്പോഴും ചൊല്ലുന്ന ഒരു ശ്ലോകം ഉണ്ടല്ലേ, നമോ മഹാവദന്യായ കൃഷ്ണ പ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണ ചൈതന്യ നാമ്നേ ഗൗരിതിഷേ നമ. അതായത് ചൈതന്യ മഹാപ്രഭു അത്യുദാരനായ അവതാരമായ അങ്ങ് സ്വയം കൃഷ്ണൻ തന്നെയാണ്. പിന്നെന്താ ഭഗവാന്റെ പ്രധാനമുള്ളത്? ശ്രീമതി രാധാറാണിയുടെ സ്വർണ്ണവർണ്ണത്തോടുകൂടെ അങ്ങ് കൃഷ്ണപ്രേമം പരക്കെ വിതരണം ചെയ്യുന്നു. അങ്ങക്ക് എന്റെ സാദര പ്രണാമം. അപ്പോ ഈ അവതാരത്തിന്റെ ഭഗവാന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ, രാധാറാണിക്ക് ഭഗവാനെ അത്രയും പ്രിയമാണ് അല്ലെ. രാധാറാണി ഭഗവാനെ എങ്ങനെ എന്ത് ചെയ്താലും എന്തൊക്കെയായാലും എന്താ പറയാ, കൃഷ്ണന്റെ ഇഷ്ടം. അതാണ് രാധാറാണിക്ക് കൃഷ്ണനല്ലാണ്ട് നമുക്ക് അതൊന്നും പറയാനുള്ള യോഗ്യത എനിക്കില്ല, രാധാറാണിയുടെ ഇതൊന്നും. എന്നാലും ആ പ്രേമം എന്താന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഒരു എന്താ പറയാ, ഭഗവാൻ ഒരു ഭക്തന്റെ രൂപത്തിൽ എന്തുകൊണ്ട് രാധാറാണിക്ക് എന്നോട് ഇത്ര ഇഷ്ടം, എനിക്ക് അതൊന്നും അറിയണം എന്നാണ് ഭഗവാന്റെ ചിന്ത ഉണ്ടായിരുന്നത്. അതും അതേപോലെ തന്നെ ആ സ്വയം ആസ്വദിക്കാൻ,
ഭഗവാന് സ്വയം ആസ്വദിക്കാനും എല്ലാത്തിനും കൂടിയാണ് അന്തരംഗ ശക്തിയായ രാധാറാണിയുടെ രൂപത്തിലുള്ള ആ ഭഗവാൻ സ്വയം അവതരിച്ചത്. കാരണം എന്തുകൊണ്ട് ഞാൻ എന്നെ ഇത്രയധികം രാധാറാണിക്ക് ഇത്രയധികം ഇഷ്ടം അല്ലെങ്കിൽ എത്ര ഭക്തി എന്തുകൊണ്ടാണ് അതറിയുമ്പോൾ അതിന്റെ ഒരു ഗുണം എന്താ, നമുക്ക് ഭഗവാന്റെ അവതാരത്തിനെ പറ്റി മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ പഞ്ചതത്വം നമ്മള് ഇപ്പൊ ഒരു ക്ലാസ്സിൽ പറഞ്ഞതാണ്, അതായത് നമ്മളെല്ലാവരും ജപിക്കുമ്പോൾ പഞ്ചതത്വ മന്ത്രം കൂടാണ്ട് ജപിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോ ഒരാള് പറഞ്ഞു അത്ര ഗുരു മഹാരാജിനോട്, അതായത് ഞാൻ കുറെ വർഷങ്ങളായി ജപിക്കണം, പക്ഷെ എനിക്ക് ആ ഒരു ജപത്തിനോടുള്ള ഒരു ആസ്വാദനം കിട്ടണില്ല എന്ന് പറഞ്ഞു. അപ്പൊ മഹാരാജ് ചോദിച്ചു, എങ്ങനെയാണ് ജപിക്കണേന്ന് ചോദിച്ചു. ഗുരു മഹാരാജ് എങ്ങനെയാണ് ജപിക്കണേന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ഹരേ കൃഷ്ണ കൃഷ്ണ എന്നുള്ള മന്ത്രം ജപിക്കുന്നത്. അപ്പൊ ചോദിച്ചു, പഞ്ചതത്വ മന്ത്രം ആദ്യം ജപിക്കുന്നില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഇല്ല എന്നാ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, അതെ, നിങ്ങൾ ആദ്യം പഞ്ചതത്വ മന്ത്രം ജപിക്കണം. കാരണം എന്തുകൊണ്ടാണ്, പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഗ്യം നമാമി ഭക്തശക്തികം. അപ്പോ സ്വയം ഭക്തനായിട്ടും ഭക്തസ്വരൂപ വിസ്തരണമായിട്ടും ഭക്താവതാരമായിട്ടും പരിശുദ്ധ ഭക്തനായിട്ടും ഭക്തിശക്തിയായിട്ടും വിസ്തരണങ്ങൾ കൈക്കൊണ്ട ആ ശ്രീകൃഷ്ണ ഭഗവാനെ ഞാൻ പ്രണമിക്കുന്നു. അപ്പൊ ഈ പഞ്ചതത്വം എന്ന് പറയുന്നത് ഭഗവാന്റെ തന്നെ വിഷ്ണു തത്വവും പിന്നെ ഭഗവാന്റെ വിസ്തരണമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പഞ്ചതത്വത്തിനെ നമ്മൾ ഭജിക്കാണ്ട് നമ്മള് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കുമ്പോൾ നമുക്ക് ആസ്വാദനം കിട്ടുന്നില്ല. കാരണം ഭഗവാന്റെ ആ വിസ്തരണവും ഭഗവാനെ നമ്മൾ ആദ്യം പ്രണമിക്കണം. അപ്പോഴാണ് നമുക്ക് ശരിയായിട്ടുള്ള ആ എന്താ പറയാ ആ ഒരു പ്രേമഭക്തിയിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ ഭഗവാൻ ഇവിടെ പറയുന്നു, ഞാൻ ഭഗവാന്റെ അവതാരങ്ങൾ നമുക്കറിയാം, ഭഗവാൻ അനേകം അവതാരങ്ങൾ എടുത്തിട്ടുണ്ട്. അതില് പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ 6 അവതാരങ്ങളാണ് അല്ലെ. 6 അവതാരങ്ങൾ എന്ന് പറയുമ്പോൾ പുരുഷാവതാരം, ഗുണാവതാരം, ലീലാവതാരം, മന്വന്തരാവതാരം, ശക്തിയാവേശാവതാരം, യുഗാവതാരം, അങ്ങനെ 6 ഇത്തരത്തിലാണ് ഭഗവാന്റെ അവതാരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. പുരുഷാവതാരം, അപ്പൊ ആദ്യം തൊട്ടേ നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത് പുരുഷാവതാരം. അത് കാരണോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു, ഗർഭോദകശായ വിഷ്ണു, ക്ഷീരോദകശായ വിഷ്ണു. ഇത് എവിടെ നിന്ന് വരുന്നു അല്ലെ, ഭഗവാനിൽ നിന്ന് ബലരാമൻ, സംഘർഷണൻ, അങ്ങനെ ആണ് ഈ അവതാരങ്ങൾ വരുന്നത്. അപ്പോ അതിന്റെ എല്ലാത്തിന്റെയും സ്രോതസ്സാരാണ് ഭഗവാൻ. പിന്നെ ഗുണാവതാരമായിട്ട് വരുന്നു 3 ഗുണങ്ങൾക്ക് ഭഗവാൻ തന്നെ ബ്രഹ്മാവായിട്ടും വിഷ്ണുവായിട്ടും ശിവനായിട്ടും ഭഗവാൻ തന്നെ വരുന്ന ആ ഗുണാവതാരം. ലീലാവതാരങ്ങളാണ് അനേകം അവതാരങ്ങൾ. ഇവിടെ ലീലാവതാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ ഇതിൽ പറയുന്നു, കലിയുഗത്തിലെ ഈ ഭഗവത് അവതാരം ശ്രീ ചൈതന്യ മഹാപ്രഭു ആവുന്നു. ഭാഗവതത്തിലും മറ്റ് ധർമ്മശാസ്ത്രങ്ങളും നിരവധി ഇടങ്ങളിൽ ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ ഭഗവത് അവതാരമായി സുവ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. പിന്നെ ഭഗവാന്റെ ലീലാവതാരങ്ങൾ ഏതൊക്കെയാണ്? ശ്രീരാമൻ, നരസിംഹം, വരാഹം, മത്സ്യം, കൂർമ്മം തുടങ്ങി മറ്റനേകം അവതാരങ്ങൾ ഉണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ ഭഗവാൻ സ്വയം വ്യക്തിരൂപത്തിൽ അവതരിക്കുമെന്ന് ബ്രഹ്മസംഹിതയിൽ പ്രത്യക്ഷമായി സൂചിപ്പിച്ചിരിക്കുന്നു. ആകയാൽ ഏതേ ചാംസ കലാപുംസാൻ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. ഇനിയിപ്പോ അടുത്ത ഒരു ശ്ലോകം കൂടെ കഴിഞ്ഞാൽ നമ്മളത് മനസ്സിലാക്കും. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം, ഭഗവാൻ സ്വയം കൃഷ്ണനായിട്ട് ഭഗവാന്റെ അതേ രൂപത്തിൽ ഭഗവാൻ വന്നിട്ടുണ്ട്. അപ്പോ അങ്ങനെയുള്ള സർവ്വ അവതാരങ്ങളിലും യഥാർത്ഥ സ്രോതസ് ശ്രീ ചൈതന്യ മഹാപ്രഭുവും ഭഗവത് അവതാരങ്ങളല്ല, നേരെ മറിച്ച് സർവ്വ അവതാരങ്ങളുടെയും യഥാർത്ഥ സ്രോതസ്, കാരണം അവതാരിയാണ് ഭഗവാൻ. അവതാരങ്ങളിലെ ഭഗവാൻ അവതാരി, മറ്റുള്ളതെല്ലാം അവതാരങ്ങൾ. ഇക്കാര്യത്തെ അടുത്ത ശ്ലോകത്തിൽ വ്യക്തമായി, അതായത് ഇനി വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നു. ആകയാൽ ഇത്തരം പ്രതിപാദിക്കപ്പെടാത്ത അസംഖ്യം അവതാരങ്ങളുടെ അക്ഷയ ഉറവിടമാണ് ഭഗവാൻ. അതായത് ഒരിക്കലും നശിക്കാത്തത്, നാശമുള്ളതാണ്. അക്ഷയം അനാദിയാണ്, ക്ഷയമില്ലാത്തതാണ്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ അനേകം അവതാരങ്ങൾ വരുന്നു. എന്നാൽ അത്തരം അവതാരങ്ങളെ ജീവാത്മാക്കൾ നിർവഹിക്കാൻ സാധ്യമല്ലാത്ത സവിശേഷമായ അതിമാനുഷികമായ കൃത്യങ്ങളാൽ വേർതിരിച്ചറിയുന്നു. അപ്പൊ നമുക്ക് എങ്ങനെയാണ് അവതാരം അറിയാൻ പറ്റുക? അപ്പൊ ഒരാളിപ്പോ നമ്മൾ അറിയാം, പലതരത്തിലുള്ള മനുഷ്യ ദൈവങ്ങളെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഒരാൾക്ക് കുറച്ചൊരു പ്രത്യേകത ഉണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനെ നമ്മൾ ഒരു ഈശ്വരനായിട്ട് കണക്കാക്കുകയാണ് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള പല അവതാരങ്ങളും ഈ കലിയുഗത്തിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ കാണാൻ പറ്റും. അപ്പൊ പറയുന്നു, അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്.
ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്ന, ചൈതന്യ മഹാപ്രഭു അല്ല സോറി പ്രഭുപാദ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, കൃഷ്ണൻ എന്തിനാണ് അവതാരം കാണിച്ചു കൊടുത്തത് എന്ന് വെച്ചാൽ, അർജുനൻ എന്തിനാണ് അത് ചോദിച്ചത്? ഒരു ഭഗവാന്റെ അവതാരമാണെന്നുണ്ടെങ്കിൽ ഈ വിശ്വരൂപം കാണിച്ചു തരാൻ പറ്റൂ എന്ന് നമ്മൾ ചോദിക്കണം. കാരണം അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റുള്ളൂ. ഗോവർദ്ധനോദ്ധാരണം, പൂതനാമോക്ഷം, ഇതൊക്കെ ചെറിയ കുട്ടിയിലെ ഭഗവാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ്. ശ്രീരാമാവതാരത്തില് ആ ബാലിയെ കൊല്ലാനായിട്ട് ആ 7 മരത്തിന്റെ ഇതിലേക്ക് ഒരു അമ്പിൽ കൊണ്ട് ചെയ്യാൻ പറ്റി. അപ്പോ അതുപോലെ തന്നെ സമുദ്രത്തില് പാലം തീർക്കാൻ, അതൊന്നും അത്ര നമ്മൾ മനസ്സിലാക്കിയതാണ് അല്ലെ, പരശുരാമാവതാരമായിട്ട്. അങ്ങനെ ഓരോ അവതാരത്തിനും ഓരോ പ്രത്യേകതകളാണ്. എല്ലാ അവതാരവും ഒരേപോലെ നമ്മൾ എടുക്കരുത്. എല്ലാ അവതാരത്തിനും മീനായിട്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും എത്രയോ യോജന വിസ്താരണമായിരുന്നു. ആ കൂർമ്മമായപ്പോ അതുപോലെ വിസ്തരിച്ചുള്ള, അങ്ങനെ ഓരോ ആ കൂർമാവതാരത്തിൽ തന്നെ എത്രയോ അവതാരങ്ങൾ ഭഗവാൻ ചെയ്തു. അപ്പൊ ഓരോ അവതാരങ്ങളും നമ്മളെ കയ്യിലെ മണൽത്തരി പോലെ നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റിയാലും ഭഗവാന്റെ അവതാരം എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അനേകം അവതാരങ്ങൾ ഭഗവാൻ എടുത്തിട്ടുണ്ട്. അപ്പോ ഇവിടെ പറയുന്നു, അങ്ങനെ അനേകം അവതാരങ്ങൾ എടുത്തതിനാൽ സവിശേഷമായ അതിമാനുഷികമായ കൃത്യങ്ങളാൽ വേർതിരിച്ചറിയുന്നു. ചൈതന്യ മഹാപ്രഭു ആണെങ്കിലും ഇതേപോലെ നമ്മൾക്ക് ഒരു കഥ അറിയാം. ശ്രീവാസാങ്കണത്തിൽ വെച്ചിട്ട് ശ്രീവാസന്റെ കുട്ടി മരിച്ചു എന്ന് പറയുമ്പോൾ ആ കുട്ടിയെ എടുക്കണത് നമുക്കറിയാം അല്ലെ, ആ കുട്ടി എന്നിട്ട് എണീറ്റ് സംസാരിക്കണ പോലെ. അപ്പൊ ഭഗവാന്റെ അവന് മാങ്ങ ഇല്ലാത്ത കാലത്ത് മാമ്പഴം കഴിക്കണം എന്ന് പറഞ്ഞപ്പോ മാങ്ങ ഉണ്ടായതുപോലെ. അപ്പൊ ഭഗവാന്റെ ആ ചെറിയ ഇത് വിഭൂതികളെ ഇപ്പൊ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, കയ്യിൽ നിന്ന് ഭസ്മം എടുത്ത്, അത് വേറെ. അതിനെ ഒരിക്കലും നമുക്ക് ഇതുപോലെ മനസ്സിലാക്കാൻ പറ്റില്ല. ഇത് കാണിക്കാൻ വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, ഇത് ആ ഒരു സമയത്തിനനുസരിച്ചിട്ട് ചെയ്യാണ്. അപ്പൊ അങ്ങനെ ഭഗവാൻ ചൈതന്യ മഹാപ്രഭു നമുക്ക് ഭഗവാനായിട്ട് തന്നെ ആണോ എന്ന് ചൈതന്യ മഹാപ്രഭു രൂപഗോസ്വാമിയുടെ അവതാരങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പൊ ആ അവതാരങ്ങളെ പറ്റി പറയുമ്പോൾ ചോദിക്കുന്നുണ്ട്, അങ്ങ് അവതാരമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം അതിനൊരു ഉത്തരം പറയാണ്ട് മാറും. കാരണം എന്താ, ഭക്തന്റെ സ്വരൂപത്തിലാണ് അവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഇവിടെ നമ്മള് ശക്തിയാവേശാവതാരം തന്നെ 2 തരത്തിലുണ്ട്. ഏതൊക്കെയാണ് ശക്തിയാവേശ അവതാരം എന്ന് പറഞ്ഞാൽ? പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും. പ്രത്യക്ഷ അവതാരം എന്ന് പറയുന്നതാണ് നമ്മള് ഭഗവാൻ തന്നെ ഇപ്പോ അനന്തനായിട്ടും അതുപോലെ തന്നെ ശേഷനായിട്ടും വരുന്നതാണ് പ്രത്യക്ഷാവതാരം. അല്ലെങ്കിൽ ഭഗവാൻ സ്വയം ആ ഒരു ആവശ്യത്തിനായിട്ട് വരുന്നതാണ് പ്രത്യക്ഷാവതാരം. ശക്തിയില്, അതായത് ഭഗവാനിൽ നിന്നാണ് സംഘർഷണം വരുന്നത്. പിന്നെ അതിനെ പരോക്ഷാവതാരം എന്ന് നമ്മൾ പറയുന്നുണ്ട്. അതാണ് കുമാരന്മാര് ഇവിടെ പറയുന്നുണ്ട്. മുകളിൽ വിശദമായ ചില അവതാരങ്ങളിൽ ഏറിയ കൂറും പൂർണ്ണ അധികാരമുള്ള പൂർണ്ണാംശങ്ങളാണ് ദൃഷ്ടാന്തമായി. കുമാരന്മാർ അതീന്ദ്രിയ ജ്ഞാനം അധികാരപ്രതി നിലനിൽക്കുന്നു. അപ്പോ പരോക്ഷമായിട്ടുള്ള ശക്തിയാവേശാവതാരമാണത്. അതില് ഭഗവാന്റെ വിഭൂതികള്, ഭഗവാൻ അദ്ദേഹത്തിന്റെ വിഭൂതികള് ആ ഒരു ജീവസത്തയ്ക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവണ ഒരു അവതാരമാണ് അത്. അതായത് ജ്ഞാനമാവുന്ന വിഭൂതി കൊടുത്തപ്പോൾ അത് കുമാരന്മാര് ജ്ഞാനത്തിന്റെ അവതാരമായിട്ട് മാറി. പിന്നെ ദുഷ്ടന്മാരെ നിഗ്രഹിക്കാൻ ആ ഒരു ശക്തിയാണ് പരശുരാമന് കൊടുത്തത്. നാരദന് എന്താ കൊടുത്തത്? ഭക്തിയുടെ സേവനം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നാരദന് കൊടുത്ത ആ ഒരു ഭഗവാന്റെ ആ ശക്തി ആവേശാവതാരത്തിൽ വന്നത്. പൃഥു എങ്ങനെയാണ് എല്ലാ ജീവസത്തകളെയും ഈ സംരക്ഷിക്കുന്ന അത്രയും ഒരു കഴിവുള്ള ഒരു അത്രയും ഒരു ഭക്തൻ. പൃഥു നമുക്കറിയാം, ഇത് ഭഗവാന്റെ സേവിക്കണയില് പൃഥു മഹാരാജാവാണ്. നവവിധ ഭക്തിയില് അർച്ചനം, വന്ദനം അല്ലെ, എപ്പോഴും ഭഗവാൻ പൃഥു മഹാരാജാവാണ് അതിലുള്ളത്. അപ്പോ ആ ഓരോ ക്വാളിറ്റീസും ഭഗവാന്റെ വിഭൂതികളാണ്. ആ വിഭൂതികളിൽ കൂടിയാണ് ശക്തി ആവേശ അവതാരങ്ങൾ വരുന്നത്. അനന്തനായിട്ട് വരുമ്പോ എന്താ ചെയ്യുന്നത്? ഭഗവാന് ഈ ലോകങ്ങളെ താങ്ങി നിർത്തുന്ന ശക്തി കൊടുക്കണം. അപ്പോ ശേഷനാണെങ്കിൽ എന്താ ചെയ്യുന്നത്? പരമപ്രഭുവിനെ സേവിക്കുന്നു. എങ്ങനെയായിട്ടാണ്? സ്വയം മെത്തയായിട്ട് സേവിക്കാനായിട്ട് ശേഷനുള്ള ഇത് കൊടുക്കുന്നു അല്ലെ. പിന്നെ നമ്മള് ഇവിടെ വേറെ കുറെ ഇത് പറഞ്ഞു. എന്താ പറഞ്ഞ, കൃഷ്ണിഗർഭനായിട്ടും വാമനനായിട്ടും അപ്പൊ കൃഷ്ണിഗർഭൻ എന്ന് പറയുന്നതാണ് സത്യയുഗത്തില് കൃഷ്ണിയുടെയും സുതപസിന്റെയും മകനായിട്ട് ജനിക്കുന്നു. പിന്നെ ത്രേതായുഗത്തില് അതിഥിയുടെയും കശ്യപനായിട്ടും, ദ്വാപരയുഗത്തില് വസുദേവന്റെയും ദേവകിയുടെയും പുത്രനായിട്ട് ഭഗവാൻ ജനിക്കുന്നു. അപ്പൊ ഭഗവാൻ ജനിക്കുമ്പോ എന്താ പ്രത്യേകത ഉള്ളത്? ഭഗവാൻ
ആഗ്രഹിക്കുന്നത് എപ്പോഴാണോ അപ്പോൾ അതിന് വേണ്ട അച്ഛനെയും അമ്മയും ഭഗവാൻ തന്നെ തിരഞ്ഞെടുക്കും. നമുക്കതിനുള്ള സ്വാതന്ത്ര്യമില്ല. ജീവസക്തകൾ അവരുടെ കർമ്മങ്ങൾ അനുസരിച്ചിട്ടാണ് ഓരോ യോനിയിലും വന്ന് പിറക്കുന്നത്. എന്നാൽ ഭഗവാൻ അങ്ങനെയല്ല. ഭഗവാൻ സ്വയം ആരാണോ തന്റെ അച്ഛനും അമ്മയും ആവേണ്ടത് ആ ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് അവരിൽ ഭഗവാൻ വരികയാണ്, ഭഗവാൻ അവതരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഭഗവാന്റെ അവതാരത്തില് നമ്മള് ഈ പുരുഷാവതാരത്തില് പറയുമ്പോ നമസ്തേ വാസുദേവായ നമ സംഘർഷണായ ച പ്രദ്യുമ്നായ അനിരുദ്ധായ തുഭ്യം ഭഗവതേ നമ. അപ്പൊ ഭഗവാന് തന്നെ തുല്യനായിട്ട് നമ്മൾ ഇവരെ മനസ്സിലാക്കണം. അങ്ങനെയുള്ള അനിരുദ്ധനെയും സംഘർഷനെയും നമ്മൾ നമസ്കരിക്കണം. അപ്പോ ആത്മസാക്ഷാത്കാരത്തിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ തന്നെ എല്ലാത്തിൻ്റെയും വിസ്തരണമായിട്ടാണ് അത് വരുന്നത്. ആ വിസ്തരണങ്ങളിൽ കൂടിയാണ് വരുന്ന സംഘർഷണിൽ കൂടിയാണ് ഈ ഓരോ അവതാരങ്ങളായിട്ട് വരുന്നത്. പിന്നെ ലീലാവതാരങ്ങൾ നമ്മളിപ്പോ മനസ്സിലാക്കി, ഗുണാവതാരം, പിന്നെ മന്വന്തരാവതാരം. മന്വന്തരാവതാരത്തിൽ ഭഗവാൻ എങ്ങനെയാണ് വരുന്നത്? നമുക്ക് ഓരോ മനുക്കളും എങ്ങനെയാ വരുന്നത്? നമ്മളൊക്കെ ബ്രഹ്മാവിന്റെ ഒരു ദിവസത്തിൽ 14 മനുക്കൾ വരുന്നുണ്ട്. ഈ 14 മനുക്കളിലും ഇതെല്ലാം ഭഗവാന്റെ തന്നെ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഭഗവാന്റെ അവതാരത്തിൽ പെടുന്നതാണ് ഈ മന്വന്തരാവതാരം. ഈ 14 മനുക്കൾ വരുമ്പോൾ ഒരു മാസത്തിൽ 420 മനുക്കൾ വരുന്നു. അങ്ങനെ വരുമ്പോൾ ഒരു വർഷത്തില് 5040 മനുക്കൾ വരുന്നു. അങ്ങനെയുള്ള 100 വയസ്സുള്ള ആ ബ്രഹ്മാവിന്റെ ഒരു ആയുസ് എത്തുമ്പോഴേക്കും 5,04,000 മനുക്കൾ വരികയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അത് തന്നെ നമുക്കറിയില്ല ആരൊക്കെയാണ് എന്താണെന്നുള്ളത്, അല്ലെ? നമുക്കറിയാം ഇപ്പോൾ ഉള്ളത് വൈവസ്വത മനു ആണെന്നുള്ളത് അറിയാം. അപ്പൊ അങ്ങനെയുള്ള ആ 100 വർഷത്തെ ബ്രഹ്മാവിന്റെ ഇതിൽ തന്നെ ഇത്രയും അധികം മനുക്കളായിട്ട് തന്നെ ഭഗവാൻ വിസ്തരിക്കണമെന്നുണ്ടെങ്കിൽ ഓരോ ബ്രഹ്മാക്കന്മാരുടെ ഓരോ ബ്രഹ്മാണ്ടത്തിലും എത്ര ബ്രഹ്മാണ്ടങ്ങൾ ഉണ്ടെന്ന് പോലും നമുക്കറിയില്ല. അത്രയും ബ്രഹ്മാവിന്റെ ഓരോ വയസ്സ് തീരുന്നത് വരെയും, അല്ലെങ്കിൽ ഓരോ ദിവസവും ഓരോ വർഷവും, അല്ലെങ്കിൽ ആ 100 വയസ്സ് വരെ എത്ര മനുക്കളായിട്ട് വരുന്നുണ്ട്. അത് ചിന്തിച്ചാൽ പോലും നമ്മള് മനസ്സിലാക്കാൻ പറ്റില്ല ഭഗവാന്റെ വിസ്തരണം എന്താന്നുള്ളത്. അങ്ങനെയുള്ള ആ ഭഗവാനെ പിന്നെ നമ്മള് ചൈതന്യ മഹാപ്രഭുവായിട്ട് കുറച്ചുകൂടെ മനസ്സിലാക്കുമ്പോൾ, ചൈതന്യ മഹാപ്രഭു ആണ് നമുക്ക് അചിന്ത്യ അഭേദ തത്വം, അല്ലെ? അചിന്ത്യ അഭേദ തത്വം എന്താണ്? ഏകനും ഭിന്നനുമായിട്ട്. അപ്പൊ ഭഗവാൻ തന്നെ ഒരേ സമയം അവിടുന്ന് സൃഷ്ടിയായിട്ടും ഏകനും ഭിന്നനുമാണ്. ഭഗവാൻ തന്നെ ഈ എല്ലാത്തിലും, ഭഗവാൻ അത് പറയണ്ടല്ലേ, ഞാനാണ് എല്ലാത്തിന്റെയും കാരണം, എല്ലാം എന്നിൽ നിന്നാണ് വരുന്നത്. അഹം ബീജപ്രദപിത, എന്നാൽ ഞാൻ ഇതിലൊന്നിലും ഇല്ല, എല്ലാത്തിനും മുകളിലാണ് ഞാൻ. അത് ഭഗവത്ഗീതയിൽ ഭഗവാൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു തത്വം ഇവിടെ നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തരുന്നു. പിന്നെ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ് ഓരോ എന്താണ് ഇത് അവതാരത്തിനെ പറ്റി വേദാന്ത സൂത്രം എന്താ പറയുന്നത്? പരാസ്യ ശക്തി വിവിധൈവ ശ്രൂയതേ. ഈ ശക്തി, ഭഗവാന്റെ ശക്തി പല തരത്തില് നമ്മളെ മനസ്സിലാക്കാൻ, പല തരത്തിലായിരിക്കും വരിക. നിസാരം നമ്മളിപ്പോ ഇത്രയും വലിയ അവതാരങ്ങൾ മാത്രം നോക്കണ്ട. ചില സമയത്ത് നമ്മൾ എവിടെയെങ്കിലും പെട്ടുപോയി, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയില് ഏതെങ്കിലും ഒരു രൂപത്തില് ഒരാള് വന്നിട്ട് നമ്മളെ സഹായിച്ചിട്ടുണ്ടാവും. അത് ഭഗവാന്റെ തന്നെ ഒരു അനുഗ്രഹം. അവിടെ നമുക്ക് ഭഗവാനെ കാണാൻ പറ്റും. നമ്മൾ ഒന്നും അറിയാണ്ടുള്ള ഒരു നാട്ടില്, നമ്മൾക്ക് ഒരു ഭാഷയും അറിയില്ല, ഒന്നും അറിയാത്ത നാട്ടിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോഴും നമ്മളുടെ കൂടെ ഒരാള് വന്ന് നിന്നാൽ അത് ഭഗവാനാണ്, ഭഗവാൻ അയച്ചതാണ്. നമ്മൾക്കല്ലാണ്ട് എന്ത് ശക്തിയുണ്ട്? അങ്ങനെ നമ്മൾ എല്ലാത്തിലും ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ എല്ലാം ഭഗവാന്റെ തന്നെ അംശങ്ങളാണ്, അല്ലെ? നമ്മളെല്ലാവരും ഭഗവാനെ സേവിക്കാൻ വേണ്ടി മാത്രം ഉള്ളതാണ്. ഭഗവാനാണ് പൂർണ്ണൻ. ആ ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പൊ അങ്ങനെ നമ്മൾ ഭഗവാനെ സേവിക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഭഗവാന്റെ ദിവ്യനാമം കീർത്തനം ചെയ്യണം. അതായത് കലികാലേ നാമരൂപേണ, അവിടുത്തെ തിരുനാമവും അതീന്ദ്രിയ രൂപവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. ഭഗവാന്റെ നാമരൂപമായതുകൊണ്ട് നമ്മൾ കലികാലത്ത്, അതാണ് ചൈതന്യ മഹാപ്രഭു കൃഷ്ണാവബോധശാസ്ത്രത്തിൽ പറഞ്ഞു തരുന്നത്. അതാണ് പ്രായോഗികമായ മാർഗം. സാധാരണ ജനങ്ങൾക്ക് തിരുനാമ ജപമാണ് ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ചൈതന്യ മഹാപ്രഭു നമുക്ക് പറഞ്ഞു തരുന്നതാണ് ഭഗവാന്റെ നാമവും രൂപവും തമ്മിൽ വ്യത്യാസമില്ല. അതിനെ നമ്മൾ ശബ്ദസ്പന്ദന ജപം എന്ന് പറയും. നമ്മൾ എങ്ങനെയാ അത് ശബ്ദസ്പന്ദന ജപം? നമ്മൾ ചൊല്ലണത് നമ്മൾ കേൾക്കുക, അപ്പോൾ അത് നമ്മളെ ധ്യാനത്തിലേക്ക് എത്തിക്കും. അങ്ങനെ നമ്മൾ അനുഗമിക്കുമ്പോൾ 3 ഘട്ടങ്ങളുണ്ട്. അതായത് അപരാധ ഘട്ടം, ശുദ്ധീകരണ ഘട്ടം, അതീന്ദ്രിയ ഘട്ടം.
ഈ അപരാധ ഘട്ടത്തിലാണ് മിക്ക ആൾക്കാരും ഇരിക്കുന്നത്. കാര്യം നമ്മൾ കൃഷ്ണാവബോധത്തിലാണെങ്കിലും പലതും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഭൗതികമായ പല പല ആഗ്രഹങ്ങളിൽ കൂടെ ആയിരിക്കും നമ്മൾ ചിലപ്പോൾ കൃഷ്ണാവബോധത്തിലേക്ക് വരുന്നത്. അത് അപരാധ ഘട്ടം. അത് തെറ്റല്ല എന്ന് വെച്ചാൽ തെറ്റല്ല, പക്ഷെ അതിൽ നിന്ന് നമ്മൾ ഉയരണം, അല്ലെങ്കിൽ അത് തെറ്റായിട്ട് മാറും അല്ലെ. നമ്മൾ സാധാരണ ഭൗതികതയിൽ നിന്നും ഈ കൃഷ്ണാവബോധത്തിൽ നിന്നും വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. നമ്മുടെ ആഗ്രഹങ്ങൾ ഒട്ടും കുറയ്ക്കാണ്ട് നമ്മൾ എല്ലാം ഭഗവാൻ നമുക്ക് ചെയ്തു തരണം. എന്തെങ്കിലും ഒരു വിഷമം വന്നു കഴിഞ്ഞാൽ, ഇനി ഞാൻ നിന്റെ ഭഗവാനെ വിളിക്കില്ല, കാരണം ഭഗവാൻ ഇത്രയൊക്കെ ഞാൻ വിളിച്ച് ഇത്രയൊക്കെ ജപിച്ച് എന്ത് വേണമെങ്കിലും ഞാൻ നിന്നെ സഹായിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യണേ എന്നല്ലേ നമ്മൾ ചോദിക്കൂ അല്ലെ. അപ്പൊ അങ്ങനെയുള്ള ആ തെറ്റായ ധാരണകളെല്ലാം മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭഗവാന്റെ ശുദ്ധമായ ശുദ്ധീകരണ ഘട്ടത്തിലേക്ക്, അടുത്ത ഘട്ടത്തിലേക്ക് നമ്മൾ പോകണം. അതിനെങ്ങനെയാ സാധിക്കുക? അതിന് നമ്മൾ അതീന്ദ്രിയമായിട്ടുള്ള, നമ്മൾക്ക് എല്ലാ ഭൗതികമായിട്ടുള്ള ഇതിന്റെ അവസാനം വരുമ്പോഴേ നമുക്ക് അതീന്ദ്രിയമായ ഘട്ടത്തിലേക്ക് കയറാൻ പറ്റുക. അതിന് നമുക്ക് ഭക്തസംഘം വേണം. അതിനാണ് നമ്മൾ 5 ഘടകങ്ങൾ പറയുന്നത് അല്ലെ. ഭക്തസംഘം, മധുരാവാസം, ഭാഗവത ശ്രവണം, ജപം, ഹരിനാമകീർത്തനം അല്ലെ. ഇതെല്ലാം നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഭഗവാനോടുള്ള ഒരു പ്രേമ ഭക്തി വരിക. അങ്ങനെ ഭഗവാനോടുള്ള ആ ഭക്തസംഘത്തിൽ കൂടെ നമ്മൾ ഭഗവാന്റെ കാര്യങ്ങൾ കേട്ട് ഹരിനാമം ശരിയായി ചൊല്ലി പ്രസാദം സ്വീകരിച്ച് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ആ അതീന്ദ്രിയമായ ഘട്ടത്തിലേക്ക് വരാൻ പറ്റും. അതീന്ദ്രിയമായ ഘട്ടത്തിനെയാണ് നമ്മൾ പറയുന്നത് പ്രേമഘട്ടം, ഭഗവത് പ്രേമം. ആ ഭഗവത് പ്രേമത്തിൽ എത്താം. അതിനു വേണ്ടിയിട്ടാണ് ചൈതന്യ മഹാപ്രഭു വന്നത്. എങ്ങനെയാണ് ഒരു സാധാരണ ആൾക്ക്, ഇപ്പൊ കൃഷ്ണൻ വന്നു, കൃഷ്ണൻ നമ്മൾക്ക് അറിയാം, പക്ഷെ കൃഷ്ണൻ അത്രയും ഔദാര്യം കാണിച്ചിട്ടില്ല. സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം താം സർവപാപൈക മോക്ഷിഷ്യാമി മാ ശുചഃ. എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് എന്നെ ആശ്രയിച്ചാൽ ഞാൻ നിങ്ങളെ എല്ലാത്തിൽ നിന്ന് രക്ഷിക്കാന്ന് കൃഷ്ണൻ പറഞ്ഞപ്പോൾ ചൈതന്യ മഹാപ്രഭു എന്താ പറഞ്ഞത്? നിങ്ങള് വെറും നാമജപത്തിൽ കൂടെ മാത്രം മതി എന്നെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും, എന്നിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും. പിന്നെയും ഭഗവാൻ പറയുന്നുണ്ട്, ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, വിശ്വാസികൾക്ക് അല്ലാത്തവർക്ക് നമ്മൾ ഇത് പറഞ്ഞു കൊടുക്കരുതെന്ന്. പക്ഷെ ചൈതന്യ മഹാപ്രഭു ജഗായി മതായെ പോലുള്ള ആളുകൾക്ക് പോലും പറഞ്ഞു കൊടുക്കാനാണ് നിത്യാനന്ദ പ്രഭുവിനോട് പറയണത് അല്ലെ. കാരണം എല്ലാവരിലേക്കും കൃഷ്ണപ്രേമം വളരണം. കൃഷ്ണപ്രേമം എത്തിയാൽ മാത്രമല്ല, ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് ചുറ്റും നടക്കുന്ന ഓരോരോ സംഭവങ്ങള്. ഇപ്പൊ ബംഗ്ലാദേശിലൊക്കെ എന്താ നടന്നത് അല്ലെ. അവർക്കൊന്നും ഇല്ലാണ്ടിരുന്ന സമയത്താണ് രാധാസ്വാമി മഹാരാജാവും പ്രഭുപാദിയും എല്ലാവരും ചേർന്ന് പൈസ സംഭരിച്ച് അവർക്ക് എല്ലാവർക്കും വേണ്ടി ഭക്ഷണം വിളമ്പി ആ സ്ഥലമാണ് അവർ തീയിട്ട് കത്തിച്ചത്. കാരണം എന്താ? കൃഷ്ണപ്രേമം എന്താന്ന് അവർക്ക് അറിയില്ല. അവരുടെ ചിന്തയിലും അവരുടെ ഇതിനനുസരിച്ചിട്ടല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അവരുടെ തലം വളരെ താഴ്ന്ന തലമാണ്. അപ്പൊ മൃഗീയമായ ചിന്തകൾ മാറി അവിടെ ശരിയായിട്ടുള്ള ഭഗവത് ബോധം വരുമ്പോൾ മാത്രമേ തെറ്റേതാ ശരിയേതാന്ന് മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുള്ളൂ. ആ തെറ്റിനെ ശരിയെ പരസ്പരം വിവേചിച്ച് അറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ആ ഭഗവാന്റെ സാന്നിധ്യത്തിനെ അറിയാൻ പറ്റുള്ളൂ. നമ്മളിപ്പോ എന്താ പറയാ, ഭഗവാൻ നമ്മളിപ്പോ നമ്മുടെ ഇവിടെ തന്നെ നമുക്ക് കാണാം, കുറെ അമ്പലത്തിൽ പോയി കുറെ വഴിപാട് കഴിച്ചു. വഴിപാടാണത്. കാരണം പൈസ കൊടുത്താൽ തീർന്നു, നമ്മുടെ കാര്യം തീർന്നു. പിന്നെ ഭഗവാന്റെ ഡ്യൂട്ടിയാണ് നമുക്ക് ചെയ്തു തരാന്നുള്ളത്. അതേപോലെ തന്നെയാണ് അവരും. എല്ലാവരും പോകുന്നുണ്ട്, എന്താണ് ഓരോ അവരുടേതായ സ്ഥലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാനൊക്കെ ഉണ്ടാവും. പക്ഷെ ഭഗവാൻ എന്താണ് എന്ന് അവരാരും അറിയണില്ല. ആ വെളിച്ചം എല്ലാം തരുന്നു. അങ്ങനെ അവരുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതിനെ അവര് വിശ്വസിച്ച് അവരെ ഓരോന്ന് ചെയ്തു വെക്കുകയാണ്. കാരണം ശരിയായ വഴികൾ കാണിച്ചു കൊടുക്കാൻ ആരും ഇല്ല. അപ്പോ പ്രഭുപാദ ഭഗവാന്റെ, നമ്മുടെ ചൈതന്യ മഹാപ്രഭുവിന്റെ കാരുണ്യമാണ് പ്രഭുപാദയെ പോലെയുള്ള ഒരു ഭക്തനെ നമുക്ക് തന്നിട്ട് ആ ഭക്തി നമ്മളിലേക്ക് എല്ലാവരിലേക്കും, അത്രയും യോഗ്യത ഇല്ലാഞ്ഞിട്ട് പോലും എല്ലാവരിലേക്കും ആ ഭക്തി ഭഗവാന്റെ നമുക്ക് വിതരണം ചെയ്തത്. പിന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഭഗവാന്റെ ഇതാണ്, എന്താ പറയാ, ശിഷ്ടാഷ്ടകം അല്ലെ. നമ്മൾക്ക് ചൈതന്യ മഹാപ്രഭു തന്നിട്ടുള്ള വലിയൊരു വരദാനമാണ്. ശിഷ്ടാഷ്ടകത്തിൽ എന്താ പറയുന്നത്? ചൈതന്യ മഹാപ്രഭു വർഷങ്ങളായിട്ട് അടിഞ്ഞുകൂടിയിട്ടുള്ള പൊടിപടലങ്ങൾ മാറ്റി ഹൃദയത്തെ ശുദ്ധീകരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമ്മൾ ഈ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. അപ്പോ അങ്ങനെയുള്ള ചേതോദർപ്പണ മാർജനം, ഭവമഹ ദാവാഗ്രി നിർവാപണം, ശ്രേയ കൈരവ ചന്ദ്രികാ വിതരണം, വിദ്യാവധു ജീവനം അല്ലെ. അപ്പോ അങ്ങനെയുള്ള ആ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭഗവാനെ അവിടെ കുടിയിരുത്താൻ പറ്റും. പിന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഈ പരിശുദ്ധ നാമത്തിന് മാത്രമേ നമ്മളുടെ ജീവജാലങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള സന്തോഷത്തെയും കൊടുക്കാൻ പറ്റുള്ളൂ.
അപ്പോ ഈ ഒരു മിനിറ്റ്, ശിഷ്ടാഷ്ടകത്തില് നമുക്ക് ഒന്ന് വെറുതെ ഞാൻ പറഞ്ഞു പോവാം, സമയമായി. ഹരേ കൃഷ്ണ. നാംനാമകാരി ബഹുധാ നിജ സർവശക്തി തത്രാർപ്പിത നിയമിത സ്മരണേന കാല ഏതാദൃശി തവ കൃപ ഭഗവൻ മമാഭി ദുർദൈവമീദൃശ മഹാജനി നാ അനുരാഗ. അല്ലെ, എനിക്ക് ഭഗവാന്റെ അഭിനിവേശം തോന്നാത്ത വിധം ഞാൻ തീരെ നിർഭാഗ്യവാനാണെന്ന് ചൈതന്യ മഹാപ്രഭു പറയുന്നു. എന്നിട്ട് നമ്മൾ എന്താ പറയാ, പിന്നെ എത്രയധികം ഞാൻ ജപിച്ചു കഴിഞ്ഞു എന്ന് പറയും. പക്ഷെ ഇത്രയും വന്നപ്പോ ചൈതന്യ മഹാപ്രഭു പറയുന്നു ഭഗവാന്റെ തിരുനാമം അത്രയും എനിക്ക് ഇനിയും വേണം എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. അല്ലാണ്ട് നിർഭാഗ്യവാൻ എന്നല്ല, ഇനിയും എനിക്ക് തരണം. പിന്നെ എന്താ പറയുന്നത്, തൃണാദഭി സുനീചേന തരോരഭി സഹിഷ്ണുന അമാനിന മാനദേന കീർത്തനീയ സദാഹരി. നമ്മളെപ്പോഴും പുല്ലിനേക്കാളും താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ എല്ലാം സഹിക്കാൻ തയ്യാറായാൽ മാത്രമേ കൃഷ്ണഭക്തി നമ്മളിലേക്ക് എത്തുള്ളൂ. ആ കാരണം അഹങ്കാരം, അത് നമ്മുടെ ഈഗോ, ഫോൾസ് ഈഗോ നമ്മളെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും. ചെറിയ ഒരു സേവനം ചെയ്താൽ പോലും നമുക്ക് തോന്നും നമ്മൾ വലിയ കാര്യങ്ങൾ ചെയ്തു. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. അതിൽ നിന്നെല്ലാം നമ്മളെ തൃണത്തിനെ പോലെ എത്ര മരിച്ചാലും അത് വീണ്ടും പാവം എണീറ്റ് നിൽക്കും പിറ്റേത്തെ സൂര്യോദയത്തിന്. അങ്ങനെ നമ്മള് ഭഗവാന്റെ ഭക്തി ചെയ്യാനായിട്ട് തയ്യാറാവണം. പിന്നെ എന്താ പറയുന്നത് മഹാപ്രഭു, ന ധനം ന ജനം ന സുന്ദരി കവിതാം വാ ജഗദീശ കാമയെ മമ ജന്മനീശ്വരേ ഭവതാത് ഭക്തിർ അഹൈതുകി. അല്ലെ, എനിക്ക് പണവും വേണ്ട, സുന്ദരികളായ സ്ത്രീകളും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് ഭഗവാന്റെ ഭക്തി മാത്രം മതി. അല്ലെങ്കിൽ അഹൈതുകി തൊയ്യ, അത് ആ ഒരു അഹൈതുകമായ ആ ഒരു കാരുണ്യം എന്നിൽ തന്നാ മതി ഭഗവാനെ, എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നാണ് പറയണത്. നമുക്ക് പറയാൻ പറ്റുമോ അങ്ങനെയൊക്കെ? നമുക്കൊരു ചെറിയ കാര്യങ്ങൾ വന്നാൽ തന്നെ നമുക്ക് അങ്ങനെ പറയാനായിട്ട് ഒരു ബുദ്ധിമുട്ടല്ലേ? ശരി, ഇനി അതെങ്ങാനും പറഞ്ഞ ഭഗവാൻ അങ്ങനെ എങ്ങാനും ചെയ്താലോ, ഭഗവാൻ എപ്പോഴാണ് എന്താണ് തഥാസ്തു എന്ന് പറയാൻ തോന്നുക നമുക്ക് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചാണ് ഓരോന്ന് ചോദിക്കുക, ഭക്തന്മാര് പ്രത്യേകിച്ച്. ഇവിടെ ചൈതന്യ മഹാപ്രഭു പറഞ്ഞത് ഇതൊന്നും എനിക്ക് വേണ്ട. പിന്നെ എന്താ പറഞ്ഞത്, ഐനന്ദ തനൂജ കിങ്കരം പരിതമ്മ വിഷമേ ഭവാംബുദോ കൃപയാ തവ പാദപങ്കജ സ്ഥിതധൂളി സദൃശം വിചിന്തയെ. അങ്ങയുടെ ആ പാദപങ്കജങ്ങളില് ഒരു പൊടിയായിട്ട് എനിക്ക് കിടക്കാനുള്ള അനുഗ്രഹം തന്നെ. അതിന് പോലും നമ്മള് എത്രത്തോളം എത്ര ജന്മങ്ങള് ഒന്നുമില്ലെങ്കിലും ആ ഒരു ശിഷ്ടാഷ്ടകം പറയാനായിട്ടുള്ള ഒരു അവസരം ഭഗവാൻ തന്നത് തന്നെ എത്രയെത്ര ചെയ്ത ജന്മത്തിന്റെ അനുഗ്രഹമായിരിക്കും നമുക്കറിയില്ല. അപ്പൊ അങ്ങനെ ഭഗവാനെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ നയനം ഗളദശ്രുധാരയ പതനം ഗദ്ഗദരുദ്ധയ ഗിര പുളകേ നിജിതം ബഭൂ കഥ തവ നാമ ഗ്രഹണേ ഭവിഷ്യതി. അപ്പൊ ഭഗവാനെ അങ്ങയുടെ പരിശുദ്ധ നാമങ്ങൾ പറയുമ്പോ എന്റെ കണ്ണിൽ നിന്ന് കണ്ണീർ പ്രവഹിക്കുന്നു. ചൈതന്യ മഹാപ്രഭു ഇങ്ങനെ കണ്ണുനീരിങ്ങനെ ധാരധാരയായിട്ടാ ഒഴുക ഭഗവാന്റെ ഭക്തിയില്. അത്രയും അതീന്ദ്രിയ ഇതിലാണല്ലേ സമയത്ത് ജപത്തിന്റെ സമയത്തിലും ഭഗവാന്റെ നൃത്തത്തിലും എല്ലാം ഇങ്ങനെ ചിലപ്പോ വെട്ടിയിട്ട വാഴ പോലെ വീഴുക. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഭക്തി, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ യുഗായുധം നിമേഷേണ ചക്ഷുഷ പ്രാവൃഷായുധം ശൂന്യായുധം ജഗത് സർവം ഗോവിന്ദ വിരഹേണമേ. അതായത് ഭഗവാനെ അങ്ങയിൽ നിന്ന് വേർപെട്ടിരിക്കാൻ ഒരു നിമിഷം പോലെ ഇടവരുത്തരുത്. അങ്ങനെയാണ് നമ്മുടെ കണ്ണുനീര് പ്രവഹിക്കേണ്ടത്. അങ്ങില്ലാത്ത ഈ ലോകം ശൂന്യമാണ്. പിന്നെ ആശ്ലേഷ്യവ പാദതരാം വിനഷ്ടുമാം അദർശനാന്മാർ മഹതാം കരോതുവാ യഥാ തഥാവാ വിദദാതു ലംബടോ മത് പ്രാണനാഥസ്തു സ ഏവനാപര. അതായത് കൃഷ്ണനല്ലാണ്ട് വേറെ ആരും എനിക്ക് വേണ്ട, ഞാൻ വേറെ ആരെയും അറിയുന്നുമില്ല. അദ്ദേഹമാണ് എന്നെ ഒരിക്കലും വേദനിപ്പിക്കുകയോ എന്നെ പരുഷമായി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്റെ മുമ്പിൽ സന്നിഹിതനാകാതെ എന്നെ ഭഗ്നഹൃദയനാക്കുകയോ ചെയ്താലും എനിക്ക് അദ്ദേഹം അപ്രകാരം തന്നെയായിരിക്കും. അതായത് നമ്മളൊന്നും നാമം ചെല്ലുമ്പോഴേക്കും അല്ലെങ്കിൽ എന്തെങ്കിലും ഭഗവാന്റെ അറിയുമ്പോഴേക്കും നമുക്കൊക്കെ ഭഗവാനെ കാണണം. കാണാനായിട്ട് നമുക്ക് എന്ത് യോഗ്യത ഉണ്ടെന്ന് നമ്മൾ ചിന്തിക്കണില്ല. അപ്പൊ ഭഗവാനെ കാണണമെന്നുണ്ടെങ്കിൽ അത്രയും വലിയ ഭക്തനാവണം. അത്രയും വലിയ ഭക്തനാവണമെങ്കിൽ എന്താ വേണ്ടത്, എല്ലാത്തിൽ നിന്നും നമ്മൾ ഈ ഭൗതികമായ മാലിന്യങ്ങൾ അപരാധഘട്ടം എല്ലാം കഴിഞ്ഞ് ശുദ്ധമായ ഘട്ടത്തിൽ വന്നിട്ട് അവിടെ നിന്ന് അതീന്ദ്രിയ ഘട്ടത്തിൽ എത്തുമ്പോഴാണ് നമുക്ക് ഭഗവാനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഭഗവാന് എന്റെ മേലെ എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ഭഗവാൻ, അങ്ങയാണ് എന്റെ പ്രഭു, അങ്ങല്ലാണ്ട് എനിക്ക് വേറെ ആരുമില്ല. ഇതാണ് ശിഷ്ടാഷ്ടകത്തിൽ കൂടെ നമുക്ക് ചൈതന്യ മഹാപ്രഭു പറഞ്ഞു തന്നിട്ടുള്ളത്. ആ ചൈതന്യ മഹാപ്രഭുവിന് എല്ലാ നമസ്കാരങ്ങളും കൊടുത്തുകൊണ്ട് നമ്മൾക്ക് ഇവിടെ ഇന്ന് ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. എന്തെങ്കിലും തെറ്റുകളും കുറ്റങ്ങളും ഉണ്ടെങ്കിൽ പറയണം. എല്ലാം എന്റെ ശിക്ഷാഗുരുക്കന്മാരുടെയും ദീക്ഷാഗുരുവിന്റെ അനുഗ്രഹത്തോടുകൂടെ പറയുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ
പഞ്ചകൽപതരുദ്ദേശ കൃപാ സിന്ധു ദേവിച്ച പതിതാന പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनेक नंदगोड़ी वैष्णव वृंद की जय, श्रील प्रभुपाद की जय, श्रील गुरुदेव की जय. हरे कृष्ण. हरे कृष्ण. Thank you, Maharaj. हरे कृष्ण. Thank you, Maharaj. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, തെറ്റുണ്ടെങ്കിലും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച് മാതാജി. നല്ല ക്ലാസ് ആയിരുന്നു. പ്രണാംസ്. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. താങ്ക് യു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ മാതാജി. നല്ല ക്ലാസ്. അവതാരങ്ങളെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നു. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പറയാനാണെങ്കിൽ ഇന്നൊന്നും തീരില്ലല്ലോ പ്രഭു, അതിന് മാത്രമുണ്ട്. പക്ഷെ നമ്മുടെ സമയം ഒന്ന് പരിശ്രമിച്ചു, അത്രേ ഉള്ളൂ. ഹരേ കൃഷ്ണ. എന്നാ നിർത്താലേ മാതാജി? ഭഗവാന്റെ ഓക്കെ. ഹരേ കൃഷ്ണ. താങ്ക് യു. എല്ലാവർക്കും ബൽറാം പൂർണിമ ആശംസകൾ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. താങ്ക് യു. താങ്ക് യു മാതാജി. താങ്ക് യു മാതാജി.